കണയം 2-ാം വാർഡിൽ ക്വാറി പ്രവർത്തനം ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയെന്ന പരാതിയെ തുടർന്ന് ഷൊർണൂർ നഗരസഭാ അധികാരികൾ പ്രദേശം സന്ദർശിച്ചു. ജനകീയ സമിതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സന്ദർശനം. ക്വാറി പ്രവർത്തനം അവസാനിപ്പിക്കണമെന്ന ഉറച്ച ആവശ്യത്തിലാണ് നാട്ടുകാർ. കണയം 2-ാം വാർഡിലെ 27 കുടുംബങ്ങളുടെയും ജനകീയ സമിതിയുടെയും പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നഗരസഭാ അധികൃതർ ക്വാറി സന്ദർശിച്ചത്. തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു സന്ദർശനം. ക്വാറിയുടെ പ്രവർത്തനം മൂലം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതായും ജീവനും സ്വത്തിനും ഭീഷണിയാകുന്നതായും നിവാസികൾ അധികൃതരെ ധരിപ്പിച്ചു. അധികാരികൾ ക്വാറി ഉടമകളുമായി സംസാരിച്ചു. ഇതിനിടെ ക്വാറി നിർത്തണമെന്ന ഉറച്ച നിലപാടിലായിരുന്നു നാട്ടുകാർ. വിള്ളൽ സംഭവിച്ച വീടുകളും അധികൃതർ സന്ദർശിച്ചു. നാട്ടുകാരുടെ ബുദ്ധിമുട്ടുകൾ ഇരുവിഭാഗത്തെയും ധരിപ്പിച്ചു. അതേസമയം നഗരസഭ നേരത്തെ അനുമതി നൽകാത്ത സാഹചര്യത്തിൽ ഹൈക്കോടതിയിൽ നിന്നും വിധി സമ്പാദിച്ചാണ് ക്വാറി പ്രവർത്തിക്കുന്നതെന്നും നിയമാനുസൃതമായാണ് പ്രവർത്തനമെന്നും ക്വാറി ഉടമകൾ അറിയിച്ചു. ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി നഗരസഭയ്ക്ക് സമർപ്പിച്ച ശേഷം അത് കൗൺസിൽ യോഗത്തിൽ വെക്കും. തുടർന്ന് മൈനിംഗ് ജിയോളജി വകുപ്പിനെ വിവരമറിയിക്കും. ഇത്തരത്തിൽ ജനപക്ഷ നിലപാടുകളുമായി മുന്നോട്ടു പോകുമെന്ന് വൈസ് ചെയർമാൻ അനുരാജ് പറഞ്ഞു. നമ്മുടെ നഗരസഭയിൽ ഈ കണയം ദേശവാസികളുടെ 27ഓളം പരാതികൾ നഗരസഭയിൽ ലഭിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. ഈ ക്വാറിയുടെ പ്രവർത്തനം കാരണം 27ഓളം വീടുകൾക്ക് സാരമായ കേടുപാടുകളും അവരുടെ ജീവനും സ്വത്തിനുമൊക്കെ ഭീഷണിയായിട്ട് നിലനിൽക്കുന്നുണ്ട് എന്ന് പരാതി കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് മുനിസിപ്പൽ സെക്രട്ടറി AE എല്ലാവരെയും കൂട്ടി ചെയർപേഴ്സണും വൈസ് ചെയർമാൻ എല്ലാവരും കൂടി ഇവിടെ ഞങ്ങൾ വന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ക്വാറിയും മറ്റും ഒക്കെ കണ്ടിട്ടുണ്ട്. വിശദമായി വീടുകളിലെ കേടുവന്നതിൻ്റെ ഒരു റിപ്പോർട്ട് നമ്മളടുത്ത് എഞ്ചിനീയറിംഗ് വിഭാഗത്തിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർ 2 ദിവസത്തിൻ്റെ ഉള്ളിൽ എല്ലാ വീടുകളും സന്ദർശിച്ച് വിശദമായിട്ട് റിപ്പോർട്ട് നഗരസഭയ്ക്ക് കൈമാറും. അത് കൗൺസിലിൽ വെച്ച് ഇതിനെതിരെ എങ്ങനെ നിയമപരമായിട്ട് ഇതിനെതിരെ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കാൻ കഴിയുമെന്ന് നഗരസഭ പരിശോധിക്കും. നഗരസഭാ ചെയർപേഴ്സൺ P. നിർമ്മല, വൈസ് ചെയർമാൻ അനുരാജ്, കൗൺസിലർ സിനി മനോജ്, നഗരസഭാ സെക്രട്ടറി PS. രാജേഷ് എന്നിവരും മറ്റു ഉദ്യോഗസ്ഥരും ജനകീയ സമിതി ഭാരവാഹികളും സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ.